ആദ്യം ബംഗളൂരുവിലെ ദുരന്ത വാർത്തയിലേക്കാണ്. ബംഗളൂരുവിൽ RCBയുടെ വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ചതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. 33 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകുമെന്നും പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. Bangalore city police have been deployed. See, earlier also the same police people were doing the security job during the matches. This time also they were doing this security job. See, of course, it should not have been happened. This tragedy should not have been happened. We are with the sufferers, victims. നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, വലിയ വിജയാഘോഷം വൻ ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് ബംഗളൂരു നഗരത്തിൽ നമ്മൾ കണ്ടത്. 7:30 മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാർത്താസമ്മേളനം നടത്തി ചില കാര്യങ്ങൾ വിശദീകരിച്ചു. മുഖ്യമന്ത്രി പറയുന്നത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. സർക്കാരിൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഒരനുമതിയുമില്ലാതെയാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്തിയത് എന്ന് പറയുന്നു. പൂർണ്ണമായും ക്രിക്കറ്റ് അസോസിയേഷനാണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. വിവരങ്ങൾ നീലിമ, തീർച്ചയായും അതായത് വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഈ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയത്. അതായത് ഈ ഒരു അപകടത്തിൽ തൊട്ട് പിന്നാലെ തന്നെ ചില വ്യക്തതകൾ വരേണ്ടിയിരുന്നു. നമ്മൾ മുൻപ് പലവട്ടം പറഞ്ഞതുപോലെ ഈ ഒരു 11 പേരുടെ മരണത്തിന് ഇടയാക്കിയ അപകടം, അതിൽ ഈ ഒരു മരണമടക്കം സ്ഥിരീകരിക്കണം, കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇക്കാര്യം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഈ ഒരു അപകടത്തിൽ മജിസ്ട്രേറ്റിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കർണാടക സർക്കാർ മജിസ്ട്രേറ്റിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ദുരന്തം ഉണ്ടായത് എങ്ങനെ എന്നാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിൽ അന്വേഷിക്കുക എന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കി. ഒപ്പം 15 ദിവസത്തിനകം ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിശദീകരണം തേടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആഘോഷം തുടർന്നുവെന്ന് വിമർശനം ഉയരുന്നതിന് പിന്നാലെയാണ്, അതായത് ഈ ഒരു ദുരന്തം ഉണ്ടായി, അത്രയും ആളുകളുടെ ജീവൻ നഷ്ടമായി, ഇത്രയും ആളുകൾ ചികിത്സയിലുണ്ട് എന്ന് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയും ഈ ഒരു സ്റ്റേഡിയത്തിനുള്ളിൽ ആഘോഷം തുടർന്ന് വരികയായിരുന്നു. ഇത് സംബന്ധിച്ച രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കും RCB മാനേജ്മെന്റിനും എതിരെ ഉയർന്നത്. കാരണം ഇത്തരത്തിൽ 11 പേരുടെ ജീവൻ നഷ്ടമായ ഒരു അപകടം, ഈ ഒരു അപകടത്തിന് തൊട്ടു പിന്നാലെ അപകടം നടന്ന തൊട്ടു പിന്നാലെ 54ഓളം പേർ, 50ന് മുകളിൽ ആളുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആ ഒരു സമയത്ത് തന്നെ അതിന് തൊട്ടു പിന്നാലെ തന്നെ അകത്ത് ആഘോഷ പരിപാടികൾ നടക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിൽ പങ്കെടുത്തു എന്നടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നതിനിടെയാണ് മുഖ്യമന്ത്രി നേരിട്ട് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരു കാരണവശാലും ഒരു തരത്തിലും ഒളിച്ചോടാനില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം ആളുകൾ ഇടിച്ചു കയറിയതാണ്, കൂടുതലായി ഇടിച്ചു കയറിയതാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്ന് പറയുന്നത്. ഗേറ്റുകളിലൂടെ ആളുകൾ ഇടിച്ചു കയറിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്നും നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ ചിന്നസ്വാമിയിലെ ഗേറ്റുകളെല്ലാം വളരെ ചെറിയ ഗേറ്റുകളാണ്, എൻട്രി ഗേറ്റുകളെല്ലാം വളരെ ചെറിയതാണ്. മുഖ്യമന്ത്രിയും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത്. അതായത് ചെറിയ ഗേറ്റുകളാണുള്ളത്. ഈ ഗേറ്റുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറിയപ്പോഴാണ് അപകടം ഉണ്ടായത്. 35,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയമാണ് ഈ ചിന്നസ്വാമിയിലേത്. ഈ സ്റ്റേഡിയത്തിലേക്ക് 3 ലക്ഷത്തിന് അടുത്ത ആളുകളാണ് എത്തിയത് എന്ന് സിദ്ധരാമയ്യ പറയുകയുണ്ടായി. ഇത്രയും ആളുകൾ എത്തും എന്ന് സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം കരുതിയിരുന്നില്ല എന്നും സിദ്ധരാമയ്യ എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴെന്തായാലും ഈ ഒരു അപകടത്തിൽ മരിച്ച 8 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. 13 വയസ്സുകാരി ദിവ്യാംശി, 26 വയസ്സുള്ള ദിയ, ഒപ്പം 21 വയസ്സുള്ള ശ്രാവൺ, ഭൂമിക്, സഹാന, ദേവി, 17 വയസ്സുകാരൻ ശിവു, മനോജ്, ഇങ്ങനെ 8 പേരെ ഇപ്പോഴെന്തായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നീലിമ, നിഖിൽ, പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അതാണ് BJP ഉൾപ്പെടെ പങ്കുവെക്കുന്ന വിവരം. പക്ഷേ സർക്കാർ ഇക്കാര്യം അനുമതി നൽകിയിട്ടില്ല. പൂർണ്ണമായും ക്രിക്കറ്റ് അസോസിയേഷനാണ് ഉത്തരവാദിത്വം എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം DK ശിവകുമാർ പറയുന്നതാകട്ടെ കർണാടക കന്നഡക്കാരോട് മാപ്പ് ചോദിക്കുന്നു, ഇത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ള രീതിയിൽ DK ശിവകുമാറിന്റെ പ്രതികരണം വരുന്നു. അതായത് സർക്കാരിന് പോലും ഇക്കാര്യത്തിൽ വലിയൊരു ഭിന്നത അനുഭവപ്പെടുകയാണ്. വളരെ കൃത്യമായി നമുക്ക് നോക്കിയാൽ അറിയാം, സർക്കാരിന്റെ വീഴ്ച തന്നെയാണ് പ്രകടമാകേണ്ടത്. പക്ഷേ ഉത്തരവാദിത്തം ക്രിക്കറ്റ് അസോസിയേഷന്റെ തലയിൽ കെട്ടിവെക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഈ വിമർശനങ്ങളെ എങ്ങനെ കാണാം?
നിലിമ, നേരത്തെ പുറത്തു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് ഈ ഒരു പരിപാടി പൂർണ്ണമായും നടത്തിയത് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും നേരത്തെ പുറത്തു വന്ന ഒരു വാർത്തകൾ പ്രകാരമാണെങ്കിൽ സംസ്ഥാന സർക്കാരും ഒപ്പം ക്രിക്കറ്റ് അസോസിയേഷനും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്ന് സംയുക്തമായാണ് ടീമിന് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ്, ടീമിന് ഇത്തരത്തിലൊരു സ്വീകരണം ഒരുക്കിയത് എന്നാണ് നേരത്തെ പുറത്തു വന്ന വാർത്തകൾ. അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട ചില മന്ത്രിമാർ അല്ലെങ്കിൽ ചില MLA മാർ ഒക്കെ ഇക്കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ ഒരു സ്റ്റേഡിയത്തിലെത്തിയ ടീമിനെ നേരിട്ട് DK ശിവകുമാർ നേരിട്ടാണ് സ്വീകരിക്കാനെത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം മന്ത്രിസഭയിലെ ചില മന്ത്രിമാർ MLA മാർ ഒക്കെയാണ് സ്റ്റേഡിയത്തിലെത്തി എത്തുന്നതിന് മുമ്പ്, ടീം എത്തുന്നതിന് മുൻപ് തന്നെ സ്റ്റേഡിയത്തിലെത്തി അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുക മന്ത്രിസഭയിലെ ചില മന്ത്രിമാരും MLA മാരുമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഒരു തരത്തിലും ഇതിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കുകയില്ല. അതെ നിഖിൽ, സർക്കാരിന് ഒരു തരത്തിലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള വിശകലനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.